നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മമ്മൂട്ടിക്കെതിരെ ഉയരുന്ന സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. നമുക്കറിയാൻ കഴിഞ്ഞ ദിവസം വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കാനെത്തിയ മമ്മൂട്ടിക്കൊപ്പം CPMന്റെ വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തോട് നിങ്ങൾ എന്തിനാണ് എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്നത്, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വന്നതുപോലെ ആകുമില്ലേ, മാറി നിൽക്കൂ എന്ന് മമ്മൂട്ടി പറയുന്ന വാക്കുകൾ വളരെയധികം വൈറലായിരുന്നു, വളരെ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം മമ്മൂട്ടിക്കെതിരെ ഉയരുന്നു. ഈ വിഷയത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതികരിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇന്നലെ മുതൽ മമ്മൂക്കയ്ക്കെതിരെ ഇടത് സൈബർ കീടങ്ങൾ വലിയ തോതിൽ സൈബർ അറ്റാക്ക് നടത്തുകയാണ്. തന്റെ അഭിനയ മികവ് കൊണ്ട് മലയാളികൾക്ക് മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാർക്കും മാതൃകയായ മനുഷ്യനാണ് ശ്രീ മമ്മൂട്ടി. ആ മനുഷ്യനെയാണ് കൈരളിയുടെ ചെയർമാനായിട്ട് കൂടി ഇങ്ങനെ വളഞ്ഞിട്ട് ആക്ഷേപിക്കുന്നതെന്ന് ഓർക്കണം. ഏത് വിശേഷത്തിനും ഒരു വിശേഷമില്ലെങ്കിലും വലിയേട്ടൻ സിനിമ ഇടുന്ന ചാനലിന്റെ പാർട്ടിക്കാരാണ് മമ്മൂക്കയുടെ അഭിനയത്തിനെ വരെ ആക്ഷേപിക്കുന്നത്. എന്താണ് ശ്രീ മമ്മൂട്ടി ചെയ്ത തെറ്റ്? വയനാട്ടിലെ ടൗൺഷിപ്പ് സന്ദർശിക്കാനെത്തിയ മമ്മൂക്ക കാറിൽ നിന്നിറങ്ങിയപ്പോൾ തൊട്ട് ബോധപൂർവ്വം മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി CPMന്റെ ജില്ലാ സെക്രട്ടറി വട്ടമിട്ട് നടന്നപ്പോൾ അയാളോട് വളരെ മാന്യമായി പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ നടക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ വിചാരിക്കില്ലേ, ഇതിലെന്താണ് തെറ്റ്? അയാളോട് കടക്കുപുറത്തൊന്നും ഒന്നും പറഞ്ഞില്ലല്ലോ. മമ്മൂക്ക പറഞ്ഞത് ശരിയല്ലേ? അവരുടെ പാർട്ടി പരിപാടിക്കല്ലല്ലോ അദ്ദേഹം എത്തിയത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ നാട് നൽകിയ സോഷ്യൽ ക്യാപിറ്റൽ കൊണ്ട് സർക്കാർ നിർമ്മിച്ച ടൗൺഷിപ്പ് കാണാൻ വന്ന മമ്മൂട്ടിയെ എന്തിനാണ് CPM ജില്ലാ സെക്രട്ടറി അയാളുടെ PR വേണ്ടി ഉപയോഗിക്കുന്നത്? ഔചിത്യമില്ലാതെ തള്ളുന്ന ഈ CPM നേതാവിന്റെ സ്ഥാനത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കവിത എഴുതുന്ന സാംസ്കാരിക നായകർ എന്തൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയേനെ. ആ പാവത്തിന്റെ കുടുംബത്തെയും പല തലമുറകളെയും വരെ ആക്ഷേപിച്ചേനെ. ഇത് ഭാഗ്യത്തിനൊരു അയ്മനം സഖാവായതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ഇമാതിരി കഞ്ഞിക്കുഴി സഖാക്കളുടെ ഉടായിപ്പ് തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തിയ ആ മമ്മൂട്ടിക്ക് അഭിവാദ്യങ്ങൾ. ഈ ചളിപ്പ് മാറ്റാൻ വേണമെങ്കിൽ മമ്മൂക്കയെ പോയി കണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് നാറ്റം മാറ്റാം എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും വിമർശനം ഉയരുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയല്ലേ താങ്കൾ എന്തിനാണ് ഇത്തരത്തിലൊരു വിമർശനമൊക്കെ ഉന്നയിക്കുന്നത്? മാത്രമല്ല രാഹുലിൻ്റെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരത്തിൽ പരിഹാസ കമൻറ്റുകളൊക്കെ നിറയുന്നുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെയും. വയനാട്ടിലെ പാവങ്ങളുടെ കണ്ണീര് വിറ്റ കാശുകൊണ്ടല്ലേ താങ്കൾ ഹോട്ടലുകളിൽ കയറിറങ്ങി ഗർഭമുണ്ടാക്കിയത് എന്നതടക്കമുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ വരുന്നുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ സഖാവിനെ അധിക്ഷേപിച്ചാൽ ഏത് മെഗാസ്റ്റാർ ആണെങ്കിലും പ്രതികരിക്കും, എവിടെ 30 വീട് എന്നതടക്കമുള്ള പരിഹാസമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ വരുന്നുണ്ട്. ആദ്യം താങ്കളുടെ നാറ്റം മാറ്റാൻ ശ്രമിക്കൂ, അതിനുശേഷം മതി മറ്റുള്ളവരെ നാറ്റം മാറ്റാൻ ശ്രമിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജീവിച്ചിരിപ്പുണ്ടോ, ഇന്ത്യയിൽ ആദ്യമായി ഒരു MLAയുടെ ലൈംഗിക ശേഷി പരിശോധിച്ചു, അത് താങ്കളുടേതാണ് എന്നതടക്കമുള്ള വിമർശനമൊക്കെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വരുന്നുണ്ട്. എന്തായാലും രാഹുലിന് എപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലും ഇത്തരത്തിൽ രാഹുലിന്റെ കേസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിമർശനമൊക്കെ ഒരു വശത്ത് തകൃതിയായി നടക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനം. അതേസമയം ശ്രീജിത്ത് പണിക്കരും ഈ വിഷയത്തിൽ നിർണായകമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് ശ്രീജിത്ത് പണിക്കർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: തന്നെയൊരു രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റാൻ ശ്രമിക്കരുതെന്ന താക്കീതാണ് നടൻ മമ്മൂട്ടി അടുത്തുനിന്ന് CPM വയനാട് സെക്രട്ടറി റഫീഖിന് നൽകിയത്. എന്നാൽ റഫീഖിന്റെ ഔചിത്യബോധത്തെക്കാൾ താഴെയായി പോയി മമ്മൂട്ടിയുടെ ഔചിത്യബോധം എന്നതാണ് വസ്തുത. കൂടെ നിൽക്കരുതെങ്കിൽ അത് ആദ്യം പറയണം. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്യമായി അധിക്ഷേപിച്ചത് ശുദ്ധ മര്യാദകേടാണ്. ഓരോ മനുഷ്യനും അന്തസ്സുണ്ട്. മമ്മൂട്ടിയുടെ വയനാട് സന്ദർശനത്തെക്കാൾ വാർത്താ പ്രാധാന്യം ഈ ധാർഷ്ട്യം കൊണ്ടുപോവുകയും ചെയ്തു. എന്ത് നേടിയെന്നായിരുന്നു ശ്രീജിത്ത് പണിക്കറിന്റെ ചോദ്യം. എന്തായാലും വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ ഒരു വശത്ത് ശക്തമാണ്. പ്രത്യേകിച്ച് ഇടത് അനുകൂല ഫേസ്ബുക്ക് പേജുകളൊക്കെ അതിരൂക്ഷ വിമർശനമാണ് മമ്മൂട്ടിക്കെതിരെ. സൈബർ ആക്രമണം തന്നെ നടക്കുകയാണ്. ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ തന്റെ ഒപ്പം നടന്ന CPM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖിനോട് മമ്മൂട്ടി നീരസം പ്രകടിപ്പിച്ചത് വലിയ രീതിയിലുള്ള വിവാദമായിട്ടുണ്ട്. മമ്മൂട്ടിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം അടക്കം ഉയരുന്നുണ്ട്. അതിനിടയിൽ ചൂരൽമല സന്ദർശിക്കുന്നതിനിടയിൽ റഫീഖിനോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കൈപിടിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടി പങ്കുവെച്ചുകൊണ്ട്, നിങ്ങൾക്ക് ആർക്കും റഫീഖിനെ അറിയില്ലെങ്കിൽ VD സതീശനോട് ചോദിക്കൂ റഫീഖ് ആരാണ് എന്നതടക്കമുള്ള പ്രചാരണം അടക്കം ഒരു വശത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും എൻ്റെ ഒപ്പം നടന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് തെറ്റിദ്ധരിക്കില്ലേ എന്ന മമ്മൂട്ടിയുടെ ചോദ്യമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇടത് സൈബർ ഹാൻഡിലുകൾ അടക്കം മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിക്കപ്പെടുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം നടന്നത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ രാത്രിയോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. DYFI പ്രാദേശിക ഘടകങ്ങളുടെ ഉൾപ്പെടെ സാമൂഹിക മാധ്യമ പേജുകളിൽ കടുത്ത വിമർശനമാണ് മമ്മൂട്ടിക്കെതിരെ ഉയരുന്നത്. ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ പറയാൻ
മമ്മൂട്ടി ആരാണ് എന്ന ചോദ്യമാണ് ഇടത് സൈബർ ഗ്രൂപ്പുകൾ ഒന്നടങ്കം ചോദിക്കുന്നത്. മമ്മൂട്ടി എന്ന മഹാനടനിൽ നിന്ന് ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്നതടക്കമുള്ള വിമർശനങ്ങളും ശക്തമാവുന്നുണ്ട്. ആളുകളോട് പെരുമാറുമ്പോൾ കലാകാരൻ ഉണ്ടാവേണ്ട വിനയവും ബഹുമാനവും ഈ പ്രായത്തിന് സ്വായത്തമാക്കാൻ കഴിയാത്ത അഹങ്കാരിയാണ് മമ്മൂട്ടി എന്നായിരുന്നു അർജുൻ ആയങ്കി പോസ്റ്റ് ഇട്ടത്. മാത്രമല്ല, പോരാളി ഷാജി അടക്കമുള്ള സൈബർ ഗ്രൂപ്പുകൾ അടക്കം വലിയ രീതിയിലുള്ള വിമർശനം മമ്മൂട്ടിക്കെതിരെ ശക്തമാകുന്നുണ്ട്. നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ മമ്മൂട്ടിക്കെതിരെ വരുന്നുണ്ട്. അയാളൊക്കെ സിനിമയിലാണ് ഹീറോ, ജനങ്ങളുടെ കൂടെ പ്രതിസന്ധികളിൽ നിൽക്കുന്ന ജില്ലാ സെക്രട്ടറി അതിനേക്കാൾ ഉയരത്തിലാണ് എന്നായിരുന്നു PJ ആർമി എന്നറിയപ്പെടുന്ന റെഡ് ആർമിയിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ്. ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ പറഞ്ഞതിലൂടെ മമ്മൂട്ടി ചെറുതായി പോയെന്നായിരുന്നു പോരാളി ഷാജി ഗ്രൂപ്പിൽ വന്ന പോസ്റ്റുകളിലൊന്ന്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ചപ്പോൾ റഫീഖ് അവിടെ ഉണ്ടായിരുന്നത് ഓർമ്മിപ്പിച്ച് എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി ഉപാധ്യക്ഷനുമായ അശോകൻ ചെരുവിൽ ഉൾപ്പെടെ രംഗത്തെത്തി. ഇത് കേരളത്തിന്റെ സാമൂഹിക മൂലധനമാണെന്നും അപൂർവമായി മാത്രമേ ഇങ്ങനെ ഉണ്ടാകൂ എന്നുമായിരുന്നു ടൗൺഷിപ്പ് സന്ദർശിച്ച ശേഷം മമ്മൂട്ടി പ്രതികരിച്ചത്. ഒരു ജനത ആ നാട്ടിലെ നിരാശ്രയരായ ആപത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കിയതാണിത്. അത് ജനങ്ങളുടേതാണ്, നമ്മുടെ ജനങ്ങളുടെ മനസ്സാണിത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. മറ്റുള്ളവരോടുള്ള അനുതാപവും സഹതാപവും കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടൗൺഷിപ്പ് എന്നും മമ്മൂട്ടി പറഞ്ഞു. നിർമ്മാതാവ് ആന്റോ ജോസഫും മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. റഫീഖും അതുപോലെ തന്നെ കൂടെ മമ്മൂട്ടിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് മമ്മൂട്ടി നിങ്ങൾ എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വന്നതാണെന്ന് മറ്റുള്ളവർ കരുതില്ല എന്ന രീതിയിൽ പ്രതികരണം നടത്തിയത്. അങ്ങനെ പറയണം, അങ്ങനെ മാറ്റി നിർത്തണമായിരുന്നുവെങ്കിൽ അത് സ്വകാര്യമായി പറഞ്ഞുകൂടായിരുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിൽ മറ്റുള്ളവരെ മുന്നിൽ ഒരു പരിഹാസ്യ കഥാപാത്രമാക്കി റഫീഖിനെ മാറ്റി എന്നതടക്കമുള്ള നിർണായകമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെ ഉയരുന്നത്. മമ്മൂട്ടി ടൗൺഷിപ്പ് സന്ദർശിക്കാനായി വരുന്നതിന് തൊട്ട് മുൻപാണ് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ടൗൺഷിപ്പിലെത്തി മടങ്ങിയത്. അതുകൊണ്ട് തന്നെ റഫീഖ് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ നേരത്തെ തന്നെ ടൗൺഷിപ്പിലുണ്ടായിരുന്നു. അതേസമയം എവിടെയെങ്കിലും പോയി ഇടിച്ചു കയറി നിൽക്കുന്നവരെല്ലാം CPMന്റെ ജില്ലാ സെക്രട്ടറിമാരെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. റഫീഖ് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തയാളാണ്, അതിന്റെ ഭാഗമായാണ് അവിടെ പോയത്. വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുമായി സഹകരിച്ചതാണ്. മമ്മൂട്ടി അവിടെ വന്നത് സ്വതന്ത്രമായി കാര്യങ്ങൾ മനസ്സിലാക്കാനാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. മമ്മൂട്ടി തിരക്കിനിടയിൽ അവിടെ പോയി കാര്യങ്ങൾ കണ്ട് മഹത്തായ മാതൃക ലോകത്തിന് മുന്നിൽ കാട്ടിയെന്നും മന്ത്രി P രാജീവ് പ്രതികരിച്ചു. അവിടെ സന്ദർശിച്ചതിന് മമ്മൂട്ടിയുടെ കേരളം നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും മന്ത്രി P രാജീവ് പറഞ്ഞു. എന്തായാലും പോരാളി ഷാജി അടക്കമുള്ള സൈബർ ഗ്രൂപ്പുകൾ, ഇടത് സൈബർ ഗ്രൂപ്പുകൾ അടക്കം മമ്മൂട്ടിക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൊണ്ട് നിറയുകയാണ്. അതിലൊരു പോസ്റ്റ് ഇപ്രകാരമാണ്: റഫീഖിനൊപ്പം മമ്മൂട്ടി എന്ന നടൻ വയനാട് ദുരന്ത ഭൂമിയിൽ ആദ്യമായി ഇന്നെത്തിയതാണ്. അതേ ഭൂമിയിൽ 1000 വട്ടം ചവിട്ടിയവനാണ് റഫീഖ്. ആ റഫീഖ് മമ്മൂട്ടി എന്ന നടനോടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രം കൂടെ നടന്നവനാണ്. മമ്മൂട്ടിക്ക് ആന്റോയും പിഷാരടിയും പോലുള്ള പരിവാരങ്ങളെ അകമ്പടി സേവിക്കാൻ പാടുള്ളൂ എന്ന് ഇനിയെങ്കിലും നാട്ടുകാർ മനസ്സിലാക്കിക്കൊള്ളണം. ഒരാൾ കൂടെ നടന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് താൻ വന്നതെന്ന് വിചാരിക്കും പോലും. വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കിയ LDF സർക്കാരിലെ CPMന്റെ വയനാട് ജില്ലാ സെക്രട്ടറിയാണ് റഫീഖ്. കൂടെ നടന്നതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനു വേണ്ടിയാണ് മമ്മൂട്ടി വന്നതെന്ന് ഇനി ജനത്തിന് തോന്നിയാലും എന്താണ് കുഴപ്പം?